എന്താ ജോഷി ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല, ആ കൂടി എന്തൊക്കെയോ ഒരു മൂഡ് ഔട്ട് പോലെ. മെയിനായിട്ട് കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെ. എന്താ ഇപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണങ്ങളൊന്നുമില്ല. മക്കൾക്ക് എന്താ? ഒന്നുമില്ല. ഞാപ്പങ്ങളെ വിസിറ്റിംഗ് എടുക്കുന്ന സമയത്തൊക്കെ കുറേ പൈസ ഒക്കെ ചിലവാക്കി എടുക്കുമ്പോഴും മനസ്സിൽ ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പെണ്ണുങ്ങളെ കൂടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട വാത്സല്യം, അവർക്ക് കൊടുക്കേണ്ട കെയറിങ് ഒന്നും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഈ 2 മാസം വിസിറ്റിംഗ് എടുത്താണെങ്കിലും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കൊടുന്നാൽ ആ ഒരു വാത്സല്യം, ആ ഒരു സ്നേഹമൊക്കെ കൊടുക്കാനും അനുഭവിക്കാനൊക്കെ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഓടി വരും, വിശേഷങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, കൂടെ എപ്പോഴും ഉണ്ടാവും. നാട്ടിലൊന്നും ഉണ്ടാവലില്ല. അതേപോലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാനാണെങ്കിൽ മൊബൈൽ വാങ്ങി കൊടുക്കുകയും ചെയ്ത് ഏതായാലും സമയം കിട്ടുമ്പോൾ അതിനുള്ള സമയത്ത് ഉമ്മനോട് സൂചിപ്പിച്ച് നോക്കണ്ടേ. ഉമ്മ പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുമല്ലോ. പിന്നെ ഉമ്മ കുറച്ച് അനുഭവത്തിനും പറഞ്ഞു കൊടുത്തോളും. ഞാൻ പകലൊക്കെ ഇങ്ങനെ ആ വിസ എടുത്ത സമയത്തേ, നിങ്ങളെ വരാനായ സമയത്തൊക്കെ ഇങ്ങനെ പകലിങ്ങനെ ശരിക്കും സ്വപ്നം കാണും. വിചാരിച്ച പോലെ ഒന്നും നടക്കണമില്ല. പോവാനായി തുടങ്ങുകയും ചെയ്ത്. പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും മക്കളൊക്കെ ഒരുപാട് വളരും. വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എൻ്റെ കൂടെ നടക്കാനൊക്കെ മടിയായിരിക്കും ചിലപ്പോൾ. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ലല്ലോ. ഓരോ വട്ടം ഇങ്ങനെ ചിന്തിക്കും, മറ്റു മക്കളെ പോലെ നമ്മളെ മക്കളാവില്ല എന്നിങ്ങനെ. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയാണ് നമ്മളെ മക്കളെ പറ്റിയിട്ടൊക്കെ. എന്തായാലും നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോൾ അവർക്ക് സങ്കടം വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പറയണതൊക്കെ അവർക്ക് വാങ്ങി കൊടുക്കുന്നത്. ആഹാ, വെള്ളമൊക്കെ ഉണ്ടാവും. പണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല ചൂടാണ് ഇപ്പം. ഞങ്ങൾക്ക് ദേഷ്യമാണ്. നിങ്ങൾക്ക് എന്തിനു ദേഷ്യം പിന്നെ കുട്ടികളോട്? അമ്മ പറഞ്ഞു ചെന്ന് വരുമ്പോഴും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനൊന്നും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പച്ചിക്ക് സങ്കടമായപ്പോ ഇപ്പച്ചി പറഞ്ഞതാണ്. ഇപ്പച്ചി നിങ്ങളെ ഇങ്ങോട്ട് കൊടുക്കുന്നത് എന്തിനാ? ഇപ്പച്ചിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്റെ സ്നേഹം തരാം, നിങ്ങളെ സ്നേഹം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ ചെറിയൊരു വിഷമം തോന്നി. ആ പറയും, ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു, ഉമ്മച്ചി ഉമ്മമാനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങൾ ഗെയിം കളിച്ചിരിക്കലല്ലേ. 2 മാസം സന്തോഷിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ മൊബൈലും ഗെയിമൊക്കെ എടുത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്, എപ്പോഴും ഇങ്ങനെ കളിച്ചിരിക്കും ഞാൻ വരുമ്പോ. അപ്പൊ എനിക്ക് സങ്കടമായി. ഞാനത് ഉമ്മച്ചിനോട് പറഞ്ഞു, ഉമ്മച്ചി അത് ഉമ്മാനോടും അമ്മമാനോടും പറഞ്ഞു. എന്തൊക്കെ ചീത്ത രണ്ടാളിന്റെ മക്കളല്ലേ. അതിപ്പോ ആവൂലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യാ, കുറച്ചൊക്കെ ഒരു ഉമ്മാനെയും ഉമ്മയും മമ്മിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക, ഗെയിം കുറച്ച് കുറക്കുക കേട്ടോ. എന്നാലല്ലേ പച്ചിക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയാ, ഒറ്റക്കായി തോന്നൽ പച്ചിക്ക് വരരുതല്ലോ. കേട്ടോ, ശരി. എന്നാലും ഇൻഷാ അല്ലാഹ് നല്ല വായിച്ചിട്ട് പഠിച്ചതൊക്കെ ഉണ്ടാവും നാട്ടിൽ പോയാൽ. അത്രേ ഉള്ളൂ പച്ചിക്ക് കേട്ടോ. നിങ്ങളാ കാര്യം അപ്പൊ ഇതിന് കുട്ടികളോട് പറയുകയും ചെയ്തോ? ഞാനൊരു സങ്കടം പറഞ്ഞത് കുട്ടികളോട് പറയണ്ടേ? പിന്നെ കുട്ടികളോട് പറയാതെ കുട്ടികള് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ഇത്രയും ബുദ്ധിമുട്ടി ഈ വെയിലത്ത് പണിയെടുത്ത് ചർച്ച വരുമ്പോൾ മൊബൈലിൽ ഇരുന്ന് കളിച്ചിരിക്കുക. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല, ശരി തന്നെ. പക്ഷെ അങ്ങനെ അവരോട് പറയാൻ പാടില്ലല്ലോ. അതിനാരും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളോട് പറഞ്ഞ് അവിടെ ചെറുപ്പത്തിനെ പറഞ്ഞ് ചേലാക്കണം മക്കളെ. എന്തായാലും രണ്ടാളും എന്റെ അടുത്ത് വന്നിരുന്നാണ്ട് ഒട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ പറഞ്ഞു തന്നെ നോല് പറഞ്ഞു ചെയ്തു, അമ്മ പറഞ്ഞു എന്നുള്ളത്. നിങ്ങളോട് ആയ്മ പറഞ്ഞിട്ടുണ്ടാവൂലേ? ഇന്നലെ ഞാന് ചീത്ത പറയാൻ ഓർക്ക് ഇത് വേണ്ടേ? ഒരു എന്തായാലും എപ്പോഴും കുട്ടികളാണ് എത്രയായാലും അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ഈ പ്രായത്തേക്ക് എത്തണം. അപ്പോഴേ ഓർക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. എന്തായാലും പറഞ്ഞു കൊടുത്തത് നന്നായി. നിങ്ങളൊക്കെ ഞാനിപ്പോ പറഞ്ഞ ഓൽക്കത് ഈറാവും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങൾ ഈ പറയുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന വിചാരിച്ചിട്ടില്ല, പറയുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്തായാലും നാട്ടിൽ ചെന്നാലും ആ ഒരു കാര്യം കീപ്പ് ചെയ്യോണ്ടി. നമ്മള് ദൂരത്താണെങ്കിലും ആ ഒരു ഇത് അവർക്ക് ഉണ്ടാവാൻ പാടില്ല.
അതിനാണല്ലോ ഞാൻ ഇന്ന് 2 പ്രാവശ്യമൊക്കെ വീഡിയോ കോളൊക്കെ വിളിക്കുന്നത്. ഇൻഷാ അല്ലാഹ്.